ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതിന് പിന്നാലെ വാർത്താക്കുറിപ്പുമായി രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ് വാർത്താക്കുറിപ്പിലെ വിശദീകരണം. വിവരങ്ങൾ നൽകാൻ എസ് ഷീജ ചേരുകയാണ്. ഷീജ, രാഷ്ട്രപതി ഒപ്പിട്ടതിലൂടെ ഏറ്റ കനത്ത തിരിച്ചടിയെ രാജ്ഭവൻ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? തീർച്ചയായും ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അതേ തുടർന്ന് പക്ഷേ ഇന്നലെ ഒരു തരത്തിലുള്ള പ്രതികരണവും രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സാധാരണ രീതിയിൽ ഗവർണറുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ മാത്രമാണ്, അതായത് 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു. അതിൽ ഒരു ബില്ല് മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടിട്ടുള്ളത്. അത് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലാണ്. അതിനൊപ്പം തന്നെ 3 ബില്ലുകൾ, സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ബില്ലുകളുണ്ട്. ആ 3 ബില്ലും രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുകയാണ് എന്നുള്ളതും അതിൽ പ്രത്യേകമായി പറയുന്നു. അതേസമയം മറ്റു 3 ബില്ലുകൾ, അതിന്റെ കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുമാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുള്ള അറിയിപ്പായി വരുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നും അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ രാജ്ഭവനിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം വാർത്താക്കുറിപ്പായി ഇറക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ഷീജ.